ഹായ് ഓൾ, നമ്മുടെ മിഷൻ കാക്കി എന്ന് പറയുന്ന ഒരു 150 ഡേയ്സ് ചലഞ്ച് ക്ലാസ്സിൻ്റെ ആദ്യത്തെ ക്ലാസ് നമ്മളിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ മടിയും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് മാക്സിമം എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുത്ത് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 150 ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് യൂണിഫോം ജോലി എഴുതിയാലും ലിസ്റ്റിൽ വരാമെന്നുള്ളൊരു പൂർണ്ണ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു ലെവലോട്ട് നിങ്ങൾ ഉറപ്പായിട്ടും എത്തും. അപ്പോൾ ഇതിനാകെ വേണ്ടത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു ഡെഡിക്കേഷൻ മാത്രമാണ്. എനിക്ക് ജോലി വേണം എന്നുള്ളൊരു ആത്മാർത്ഥ ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതികളെ പറ്റിയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏത് PSC എക്സാം ആയാലും യൂണിഫോം ജോലി മാത്രമല്ല എല്ലാ PSC എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കഷൻ മറ്റും നടത്താം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ എപ്പോഴും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരണം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം 1950 സിറ്റുവേഷൻ ആയിരിക്കില്ല 2026. ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഇനിയും ഒരു 50 കൊല്ലം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ പഴയ കാര്യങ്ങൾ വെച്ചിട്ട് പുതിയ സാഹചര്യങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭരണഘടനയുടെ കേസ് മാത്രമല്ല, എല്ലാ കാര്യം ഇപ്പം ഈവൻ ഒരു നിയമമാണെങ്കിൽ പോലും നമുക്കറിയാം കാലാനുസൃതമായിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഭരണഘടനയിൽ ഈ പറയുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതികൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന കാര്യം ഓടിച്ചെന്ന് ചെയ്യുന്ന കാര്യമല്ല, അതിൻ്റെതായ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 368. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഭാഗം 20 ഇവിടെ നോക്കിക്കേടാ, നമ്മൾ ഭാഗം 20 എന്ന് റോമൻ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു ഓർത്ത് വെക്കാൻ ഒരു ഹിൻറ്റും കൂടെയാണ് അല്ലേ. നമ്മൾ ഇൻറ്റു ഇട്ട് വെക്കുക എന്ന് പറയുന്നത് എന്താണ്? തിരുത്താണ് അല്ലേ. അപ്പോൾ ഭരണഘടനയെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഇൻറ്റു ഇട്ട് വെച്ചേക്കുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഭരണഘടനാ ഭേദഗതി പറയുന്നത് ഭാഗം 20 2 ഇൻറ്റു. ഓക്കെ, അടുത്ത പറയുന്ന പോയിന്റ് നോക്കിക്കേടാ, നമുക്ക് ഭരണഘടനാ ഭേദഗതി ബില്ല് നമുക്ക് എന്ത് ചെയ്യാം? പാർലമെൻറ്റിൻ്റെ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം അല്ലേ. പാർലമെൻറ്റിൻ്റെ ഏത് സഭ എന്ന് പറയുമ്പോൾ 2 സഭകളാണുള്ളത് അല്ലേ. ഒന്ന് രാജ്യസഭയുമുണ്ട്, ഒന്ന് ലോക്സഭയുമുണ്ട് അല്ലേ. ഇതിൽ ഏത് സഭകളിൽ വേണമെങ്കിലും നമുക്ക് ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാം. എന്നാൽ നോക്കിക്കേ, നമുക്കൊരു സംസ്ഥാന നിയമസഭകളിൽ ഒരു കാരണവശാലും നമുക്ക് ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കിയേക്കുക, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമാണ്. സംസ്ഥാനങ്ങൾക്ക് അതിൽ യാതൊരുവിധ റോളും ഇല്ല. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നോക്കിയടാ, എന്നാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്? 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്യുന്നത്. ആദ്യ ഭേദഗതി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 1ാമത്തെ ഭേദഗതിയിലൂടെ എന്താണ് അവിടെ ആഡ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലേക്ക് 9ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടു അല്ലേ. നമുക്കറിയാം 9ാമത്തെ ഷെഡ്യൂളാണ് ഭൂപരിഷ്കരണം ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് PSCയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഭൂപരിഷ്കരണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പം പോയിന്റ് ഓർത്ത് വെക്കുക, 9th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റിലൂടെയാണ്? 1ാമത്തെ അമെൻഡ്മെൻറ്റിലൂടെയാണ്. ഇനി 1ാമത്തെ അമെൻഡ്മെൻറ്റ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൂടെ അതിനോട് ചേർത്ത് ഓർത്ത് വെക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടന എങ്ങനെയെല്ലാം നമുക്ക് ഭേദഗതി ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് മെയിനായിട്ടും 3 രീതിയിൽ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ സാധിക്കും. അതിൽ 1ാമത്തെ രീതിയാണ് സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷത്തോടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. 2ാമത്തെ എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയോടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. ഇനി 3ാമത്തെ രീതി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, അതുപോലെ തന്നെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഇതോരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഭരണഘടനയിലെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും അത് എങ്ങനെ അമെൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിയാണ്. ഒന്നുമില്ല, ആകെ പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഭൂരിഭാഗം പേരും സപ്പോർട്ട് ചെയ്യുക, അതിനെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം 10 പേരുണ്ടെങ്കിൽ അവിടെ 6 പേര് സപ്പോർട്ട് ചെയ്താൽ പകുതി കൂടുതലായി, 50% കൂടുതലായി. അപ്പോൾ അങ്ങനെ പാസ്സാക്കപ്പെടുന്നതിനെയാണ് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ഈ കേവല ഭൂരിപക്ഷത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്കിംഗ് മെജോറിറ്റി എന്നും അതുപോലെ തന്നെ ഫങ്ഷണൽ മെജോറിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, ഫങ്ഷണൽ മെജോറിറ്റി എന്നും അതുപോലെ തന്നെ വർക്കിംഗ് മെജോറിറ്റി എന്നും അറിയപ്പെടുന്നത് ഏത് രീതിയിലുള്ള അമെൻഡ്മെൻ്റ് ആണ്? കേവല ഭൂരിപക്ഷത്തോടെയുള്ള അമെൻഡ്മെൻറ്റിനെ നമ്മൾ പറയുന്ന മറ്റു 2 പേരുകളാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് കേവല ഭൂരിപക്ഷത്തോടെ നമുക്ക്
ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അതായത് നമുക്ക് പുതിയൊരു സ്റ്റേറ്റ് രൂപീകരിക്കണമെങ്കിൽ അത് കേവല ഭൂരിപക്ഷത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രൂപീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ രൂപീകരണവും നിർത്തലാക്കലും. അല്ലേ, നമ്മൾ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 2 സഭകളുണ്ട് അല്ലേ, ഉപരിസഭയുണ്ട് അധോസഭയുമുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 സഭയില്ല, ഒരു സഭയേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഒരു സംസ്ഥാനങ്ങൾക്ക് 2 സഭ, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ രൂപീകരിക്കണം, അല്ലെങ്കിൽ ആ ഉള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിർത്തലാക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിലും നമുക്ക് ഏത് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കേവല ഭൂരിപക്ഷത്തോടെ അത് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമുക്ക് പറയുന്നത് പാർലമെൻറ്റിലെ കോറം. അപ്പോൾ പാർലമെൻറ്റിലെ കോറം നമുക്ക് അമെൻഡ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യാം, കേവല ഭൂരിപക്ഷത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അമെൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത് പറയുന്നത് എന്താണ്, പൗരത്വം. അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൗരത്വം നേടലും നിർത്തലാക്കലും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കേവല ഭൂരിപക്ഷത്തോടെ അമെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയോടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കേവല ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്താൽ മതി, പകുതിയിൽ കൂടുതൽ ആൾക്കാർ പാസ്സാക്കിയാൽ മതി. എന്നാൽ ഇവിടെ വരുമ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും പകുതിയിൽ കൂടുതൽ ആൾക്കാർ പാസ്സാക്കിയാൽ മാത്രം പോരാ, പ്രസൻ്റായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം ആൾക്കാർ എന്ത് ചെയ്യണം, ആ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുകയും വേണം. നമുക്കൊരു ഉദാഹരണമായിട്ട് നോക്കാം. ഇപ്പോൾ ഒരു ദിവസം 15 പേര് പ്രസൻ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നോർമലി കേവല ഭൂരിപക്ഷമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 8 പേര് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി, പകുതിയിൽ കൂടുതലായി. ഓക്കെ, എന്നാൽ സ്പെഷ്യൽ മെജോറിറ്റി വരണമെങ്കിൽ നോക്കിക്കേ, 15ൻ്റെ 2/3 നോക്കുക. 15 × 2/3 എന്ന് പറയുമ്പോൾ 10 പേര് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, അവിടെ 8 പേര് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, 10 പേര് മിനിമം സപ്പോർട്ട് ചെയ്താലേ അത് പാസ്സാകുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പാസ്സാക്കപ്പെടുന്നതിന് പറയുന്ന പേരാണ് സ്പെഷ്യൽ മെജോറിറ്റിയോടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് സ്പെഷ്യൽ മെജോറിറ്റിയോടെ പാസ്സാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് മൗലികാവകാശങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിലോ മാറ്റം വരുത്തണമെങ്കിൽ അതെന്ത് ചെയ്യണം, സ്പെഷ്യൽ മെജോറിറ്റിയോടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അമെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തു വെക്കുക. നമുക്ക് അടുത്ത അമെൻഡ്മെൻറ്റിലോട്ട് നോക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ രീതിയിലുള്ള അമെൻഡ്മെൻറ്റിനെ പറ്റിയാണ്. നോക്കിക്കേ, സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, അതുപോലെ തന്നെ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യണം, സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടാവണം. അതായത് പ്രസൻ്റ് ആയിട്ടുള്ള അംഗങ്ങളുടെ 2/3 ആൾക്കാർ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അത് മാത്രം പോലെ പകുതി കൂടുതൽ സംസ്ഥാനങ്ങൾ അതിനെന്ത് ചെയ്യണം, സപ്പോർട്ടും കൂടെ ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, പാസ്സാകുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പാസ്സാക്കുന്നതിനെ പറയുന്ന പേരാണ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള അമെൻഡ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ രീതിയിൽ നമുക്ക് അമെൻഡ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തത് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ GST കൗൺസിൽ, കാരണം സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് GST കൗൺസിലൊക്കെ ഈ രീതിയിൽ അമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 7ാമത്തെ ഷെഡ്യൂളിൽ പെട്ടിട്ടുള്ള ലിസ്റ്റുകൾ അമെൻഡ് ചെയ്യണമെങ്കിലോ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 അമെൻഡ്മെൻറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ, കണ്ടോ, അമെൻഡ്മെൻറ്റ് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഈ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, അതുപോലെ തന്നെ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നും കൂടെ ഓർത്തു വെക്കുക. അപ്പോൾ നമുക്ക് ഓരോ അമെൻഡ്മെൻറ്റും നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. നമ്മൾ 150 ഡേയ്സിലേക്ക് എല്ലാ യൂണിഫോം ജോലിക്കും വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രീ കോഴ്സാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു യൂണിഫോം ജോലി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് 1 രൂപ പോലും ചിലവില്ല. നിങ്ങളുടെ എഫേർട്ട് മാത്രം മതി. നിങ്ങൾ അത്യാവശ്യം എഫേർട്ട് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ യൂണിഫോം ഉറപ്പായിട്ടും ഇടാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നോട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും നടത്തുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഗ്രൂപ്പ് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 42ാമത്തെ ഭേദഗതി നോക്കാം. നമുക്ക് PSC പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 42ാം ഭേദഗതിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്, അല്ലേ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും വളരെ റെയർ ആയിട്ട് മാത്രമായിരിക്കും ഈ ഒരു അമെൻഡ്മെൻറ്റ് ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ 42ാം ഭേദഗതി നമുക്ക് നോക്കാം. ഏത് വർഷമാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത്? 1976 വർഷം പഠിച്ചു പോകുക. 42ാം ഭേദഗതി നിലവിൽ വരുന്നത് ഏത് വർഷമാണ്? 1976 ഒരുപാട് എക്സാമിന് ചോദിച്ചുള്ള കാര്യമാണ്. ഓക്കെ, ഇനി 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ പ്രസിഡന്റ് ആരാണെന്നും ഓർത്തു വെക്കുക. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു 42ാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ചെറു ഭരണഘടന, അതുപോലെ തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. ഇനി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഓർത്തു വെക്കുക, സ്വരൺ സിംഗ് കമ്മിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നിലവിൽ വരുന്നത്? 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. അതുമാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു വട്ടം മാത്രമാണ് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെയാണ്. ഇനി എന്താണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വാക്കുകൾ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യപ്പെട്ടു, അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് വാക്കുകൾ? സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ സെക്യുലാർ, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി. SSI അങ്ങനെ ഓർത്തു വെക്കുക. സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി.
ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് ഏത് അമെൻഡ്മെൻറ്റ് വഴിയാണ്? 42ാം അമെൻഡ്മെൻറ്റ് വഴിയാണ്. അതുമാത്രമല്ല ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ, 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കൂടെ എന്ത് ചെയ്തു? നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, നമുക്ക് ഏത് ഭാഗത്തോട്ടാണ് ആഡ് ചെയ്യപ്പെട്ടത്? ഭാഗം 4A. ഇനി ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 51A ആണ് അവിടെ ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, പോയിന്റ് ഓർത്ത് വെക്കുക. 42ാം ഭരണഘടനാ ഭേദഗതി വഴി 10 മൗലിക കടമകൾ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് ഭാഗത്തിലോട്ടാണ് ചേർത്തത്? ഭാഗം 4A ആണ്. ഇനി ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റിയാണ് അല്ലേ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നു? ഭാഗം 14A പരാമർശിച്ചിരിക്കുന്നത്. ഇത് ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ടത് 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ഒരു കോടതി സംവിധാനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയാം. ഉദാഹരണത്തിനായിട്ട് നമ്മളിപ്പോൾ PSC പഠിക്കുന്നു, നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് മുന്നേ പ്രൊമോഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ന്യായമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് അപ്പീലിന് പോകാം. എവിടെയാണ് നിങ്ങൾ അപ്പീലിന് പോകുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രൂപീകരിച്ചിരിക്കുന്നത്. ഏത് ഭാഗത്തിലാണ് പറയുന്നത്? ഭാഗം 14A. അതുപോലെ തന്നെ ഏത് അമെൻഡ്മെൻറ്റ് വഴി കൂട്ടിച്ചേർക്കപ്പെട്ടു? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 42ാം അമെൻഡ്മെൻറ്റ് വഴി കൂട്ടിച്ചേർക്കപ്പെട്ടു. അടുത്തത് ലോക്സഭയുടെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി എത്ര വർഷമായിട്ട് ഉയർത്തി? 6 വർഷമായിട്ട് ഉയർത്തി. ഇപ്പം നിലവിൽ എത്രയാടാ? 5 വർഷമാണ്. ഈ അമെൻഡ്മെൻറ്റ് വരുന്നതിന് മുമ്പും എത്രയായിരുന്നു? 5 വർഷമായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിന് കൂടുതൽ കാലം എന്ത് ചെയ്യാൻ വേണ്ടി? ഭരിക്കാൻ വേണ്ടിയിട്ട് 5 എന്നുള്ളത് എത്രയായിട്ട് ഉയർത്തി? 6 ഉയർത്തി. ഏത് അമെൻഡ്മെൻറ്റിലൂടെ? 42ാം അമെൻഡ്മെൻറ്റിലൂടെ. അതുപോലെ തന്നെ മന്ത്രിസഭ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്തു. എന്തിനു വേണ്ടിയാണ്? പ്രസിഡന്റിന്റെ പവർ കുറക്കാൻ വേണ്ടിയിട്ടും പ്രൈം മിനിസ്റ്ററിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടും അല്ലേ. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്കറിയാം പ്രൈം മിനിസ്റ്ററിനാണ് പവർ കൂടുതൽ അല്ലേ. നമ്മൾ പ്രസിഡന്റിന്റെ പേരിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യുന്നു? ഡിസിഷൻ മേക്കിങ്ങോ അതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള അധികാരം പൂർണ്ണമായിട്ടും ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മന്ത്രിസഭ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്തു. ഓക്കെ, അടുത്തായിട്ട് 5 വിഷയങ്ങൾ അല്ലേ. നമ്മൾ ലിസ്റ്റുകളെ പറ്റി വേറെ പഠിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന 5 വിഷയങ്ങളെ പിടിച്ച് എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ആർക്കാണ് അധികാരം കൂടുതൽ വരിക? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ പോലും അവിടെ കൂടുതൽ അധികാരം വരുന്നത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഇനി ഏതൊക്കെയാണ് 5 വിഷയം? വിദ്യാഭ്യാസം, വനം, അതുപോലെ തന്നെ വന്യമൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷണം, അതുപോലെ തന്നെ അളവ് തൂക്കം, നീതിന്യായ ഭരണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എഴുതിയേക്കുന്ന 3 നോക്കിക്കടാ. വിദ്യാഭ്യാസം, വനം, അതുപോലെ തന്നെ വന്യമൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷണം. ഇത് 3 എന്ത് ചെയ്യുന്നു? ബിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഹിൻ്റായിട്ട് മനസ്സിൽ വെക്കുക. ഇനി അതിൻ്റെ കൂടെ എന്തും കൂടെ വരുന്നുണ്ട്? അളവ് തൂക്കം, ലീഗൽ മെട്രോളജി അല്ലേ, അതുപോലെ തന്നെ നീതിന്യായ ഭരണം. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അടുത്തായിട്ട് നമുക്ക് 42ാം ഭേദഗതി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നോക്കാനുണ്ട്. കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 42ാം ഭേദഗതിയിലൂടെ പാർലമെൻറ്റിൻ്റെ പരമാധികാരം എന്ത് ചെയ്തു? ഉറപ്പാക്കുകയും അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നൽകി. അപ്പോൾ അതുവരെ മൗലിക അവകാശങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നതെങ്കിൽ ഈ അമെൻഡ്മെൻറ്റിന് ശേഷം എന്ത് ചെയ്തു? നിർദ്ദേശ തത്വങ്ങൾക്ക് മൗലികാവകാശങ്ങളെക്കാളും കുറച്ചുകൂടെ എന്ത് നൽകാൻ തുടങ്ങി? പ്രാധാന്യം നൽകാൻ തുടങ്ങി. അടുത്തായിട്ട് ഇത് എന്തായിരുന്നു? ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് കേസുകൾ മാറ്റാൻ സുപ്രീം കോടതി അധികാരപ്പെടുത്തുകയും അതുപോലെ തന്നെ ഹൈക്കോടതികളുടെ റിട്ട് അധികാരം എന്ത് ചെയ്തു? പുനർനിർവചിക്കുകയും ചെയ്തു. അപ്പോൾ ഓർത്തു വെക്കുക, ഇവിടെ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്യപ്പെട്ടുണ്ട്. ആർട്ടിക്കിൾ 139A. അതായത് ഒരു കേസ് എന്ത് ചെയ്യുന്നു? ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 139A എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആംഡ് ഫോഴ്സസിനെ വിന്യസിക്കാനുള്ള അധികാരം ആർക്കായി? കേന്ദ്ര സർക്കാരിന് നൽകി അല്ലേ. അപ്പോൾ എന്തെങ്കിലും വിപ്ലവ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അടിച്ചമർത്താൻ പറ്റും. അപ്പോൾ ആ ഒരു കാലഘട്ടം കൂടെ നിങ്ങൾ ഓർക്കുക, അടിയന്തരാവസ്ഥയും മറ്റും നടക്കുന്ന ഒരു കാലഘട്ടം കൂടെ. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ആ ഒരു അധികാരം ആരിൽ നിക്ഷിപ്തമാക്കി? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് വർഷം നിലവിൽ വന്നു? 1978 നിലവിൽ വരുന്നു അല്ലേ. ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. ഇനി അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. ഇനി ആരായിരുന്നു അന്നത്തെ പ്രസിഡന്റ്? നീലം സഞ്ജീവ റെഡ്ഡി. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക.
ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ മാറ്റം വരുത്തിയെന്ന് നമുക്ക് നോക്കാം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കം ചെയ്തു. അപ്പം അതിനു മുമ്പ് വരെയും സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരാളുടെ മൗലികാവകാശമായിരുന്നു. അതിനെ എന്ത് ചെയ്തു? അതൊരു നിയമാവകാശമായിട്ട് മാറ്റി. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു എന്താ? ആഭ്യന്തര കലാപം. അപ്പോൾ ഈ ആഭ്യന്തര കലാപം എന്നത് മാറ്റി എന്ത് ചെയ്തു? സായുധ വിപ്ലവം എന്ന വാക്ക് എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പം ഏത് വാക്കാണ് മാറ്റിയത്? ആഭ്യന്തര കലാപം. ഇനി ഏത് വാക്കാണ് പകരം ചേർത്തത്? സായുധ വിപ്ലവം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദവും കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഒരുപാട് വട്ടം PSC പ്രിലിംസിനൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ക്യാബിനറ്റ് എന്ന പദം എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 352 ചേർത്തത് ഏത് അമെൻഡ്മെൻറ്റ് വഴിയാണ്? 44 ഭരണഘടനാ ഭേദഗതി വഴിയാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 എന്ത് ചെയ്യാൻ പാടില്ല? റദ്ദ് ചെയ്യാൻ പാടില്ല. അതായത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് എന്ത് ചെയ്തത്? ആർട്ടിക്കിൾ 20 21 എന്ത് ചെയ്യാൻ പാടില്ല? റദ്ദ് ചെയ്യാൻ പാടില്ല എന്നുള്ള അമെൻഡ്മെൻറ്റ് കൊണ്ടുവന്നത്. നമ്മൾ 42 ഭേദഗതി പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നിയമസഭയുടെയും അതുപോലെ തന്നെ ലോക്സഭയുടെയും കാലാവധി എന്ത് ചെയ്തു? 6 വർഷമാക്കി ഉയർത്തിയെന്ന് പറഞ്ഞായിരുന്നു. ഇനി അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ 44 ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ വീണ്ടും എന്താക്കി? 6 എന്നുള്ളത് 5 ആക്കി കുറച്ചു. ഇനി ഏതൊക്കെ ആർട്ടിക്കിളാണ് കൂട്ടിച്ചേർത്തതെന്നും ഏതൊക്കെ ആർട്ടിക്കിളാണ് ഒഴിവാക്കിയെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 134 അതുപോലെ തന്നെ 361 എന്ത് ചെയ്തു? ഭരണഘടനയോട് കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 257 അതുപോലെ തന്നെ 329 ഇത് എന്ത് ചെയ്തു? ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 52 ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് വർഷമാണ് നിലവിൽ വരുന്നത്? 1985 ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധിയാണ്. ഇനി ആരായിരുന്നു അന്നത്തെ പ്രസിഡന്റ്? ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പം അവിടെ കൊണ്ടുവന്ന ഒരു പ്രധാന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം എന്ത് ചെയ്തു? നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതിനെ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നും അറിയപ്പെടുന്നുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതിൽ മത്സരിച്ചിട്ട് അവർക്കെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയോഗ്യരായിട്ട് മാറും. ഇത്രേ ഉള്ളൂ നിയമം. ഓക്കെ, അപ്പോൾ ഈ നിയമം ആഡ് ചെയ്യപ്പെടുന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? 52 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി മാറ്റം വരുത്തിയത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 102 എന്ത് വരുത്തിയത്? മാറ്റം വരുത്തിയത്. അപ്പോൾ ഈ ഒരു അമെൻഡ്മെൻറ്റ് വഴി എന്ത് ചെയ്തു? ഭരണഘടനയിലേക്ക് 10ാമത്തെ പട്ടിക എന്ത് ചെയ്തു? കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പം ആൻറ്റി ഡിഫെക്ഷൻ ലോയെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? 10ാമത്തെ പട്ടികയാണ്. ഇനി എങ്ങനെയെല്ലാം ഒരു അംഗത്തിന് എന്ത് ചെയ്യാം? സഭാംഗത്വം നഷ്ടപ്പെടുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു പാർട്ടിയുടെ ലേബൽ എന്ത് ചെയ്യുന്നു? മത്സരിക്കുന്നു അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യുന്നു? പാർട്ടി അംഗത്വം സ്വമേധയാ രാജിവെക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശത്തിന് എതിരായി വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വോട്ടിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മാറി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്തായി മാറും? അയോഗ്യനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണുള്ളത് എന്ന് എന്ത് ചെയ്യുക? രാജിവെക്കുക പാർട്ടി അംഗത്തിൽ നിന്ന്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പാർട്ടിയുടെ തീരുമാനത്തിനെതിരായിട്ട് വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ ഒരാളുടെ സഭാംഗത്വം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടും. ഓക്കെ, ഇനി ആരാണ് ഈ അയോഗ്യത തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ലോക്സഭാ അംഗങ്ങളാണെങ്കിൽ അവിടെ അയോഗ്യത തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ലോക്സഭാ സ്പീക്കർക്കായിരിക്കും. ഇനി രാജ്യസഭാ അംഗങ്ങളുടെ കേസിലാണെങ്കിൽ രാജ്യസഭ ചെയർമാനായിരിക്കും എന്ത്? അയോഗ്യത തീരുമാനിക്കുക. ഇനി 2 പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാരാണ്? ലാൽ ദുഹോമ. രണ്ടാമത്തത് ബാലകൃഷ്ണപിള്ള. നമുക്കറിയാം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? ലാൽ ദുഹോമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പുറത്താക്കപ്പെട്ടത് ആരാണ്? ബാലകൃഷ്ണ പിള്ളയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 73 ഭരണഘടനാ ഭേദഗതിയാണ്. നമുക്കറിയാം 73 74 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അമെൻഡ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ 73 ഭരണഘടനാ ഭേദഗതി ഏത് വർഷം നിലവിൽ വന്നു? 1992 നിലവിൽ വന്നു. ഇനി ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി? PV നരസിംഹറാവു ആണ്. ഇനി ആരായിരുന്നു അന്നത്തെ പ്രസിഡന്റ്? ശങ്കർ ദയാൽ ശർമ്മയാണ്. ഇനി എന്താണ് സംഭവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് രാജ് നിയമം അല്ലേ? നമുക്ക് അധികാര വികേന്ദ്രീകരണം നടക്കപ്പെടുന്നത് ഏതിലൂടെയാണ്? പഞ്ചായത്ത് രാജ് നിയമത്തിലൂടെയാണ് അല്ലേ? ഇനി പഞ്ചായത്ത് രാജ് ഏത് പട്ടികയിലാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? 11ാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഏതൊക്കെ ആർട്ടിക്കിളാണ് അവിടെ എന്ത് ചെയ്തത്? ആഡ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 243 മുതൽ 243O വരെ. ഇനി ഏത് ഭാഗത്തിലാണ്? 9ാമത്തെ പാർട്ടിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഇത്ര ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. നമ്മൾ അമെൻഡ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇവിടെ പറഞ്ഞത്. പഞ്ചായത്ത് രാജിനെ പറ്റി നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 74 ഭരണഘടനാ ഭേദഗതിയാണ്. 73ഉം 74ഉം ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ വർഷവും പ്രധാനമന്ത്രിയും പ്രസിഡന്റും എന്തായിരിക്കും? കോമൺ ആയിട്ടായിരിക്കും അല്ലേ വരുന്നത്. ഇനി ഇതിനെ തന്നെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നഗരപാലികാ നിയമം.
ഓക്കെ, ഇപ്പം നമുക്കറിയാം പഞ്ചായത്ത് രാജ് പഞ്ചായത്തുകൾക്കാണ് ആപ്ലിക്കബിൾ ആവുന്നതെങ്കിൽ ഇവിടെ 74-ാം ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നു, മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്, 74-ാം ഭരണഘടനാ ഭേദഗതി രൂപീകരിച്ചിരിക്കുന്നത്. ഇനി എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി ഏതൊക്കെ ആർട്ടിക്കിളാണ് ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് നോക്കിക്കേ. 243 മുതൽ 243 വരെ എന്ത് ചെയ്യുന്നു, ഭാഗം 9A എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പോൾ 243 വരെ എവിടെ കിടപ്പുണ്ടാ, പഞ്ചായത്ത് രാജ് കിടപ്പുണ്ട്. കഴിഞ്ഞിട്ട് ഏതാ, പി മുതൽ 243 വരെ എന്തായിരുന്നു, ഭാഗം 9A കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി ഒരു പട്ടികയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതാണ് പട്ടിക, 12th പട്ടിക അല്ലേ. 12ാമത്തെ പട്ടികയും എന്ത് ചെയ്തു, 74-ാം ഭരണഘടനാ ഭേദഗതി വഴി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു, ആഡ് ചെയ്യപ്പെട്ടു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് വർഷം നിലവിൽ വന്നു, 2002 നിലവിൽ വന്നു. ഇനി അന്നത്തെ കാലത്തെ പ്രധാനമന്ത്രി ആരാണ്, AB വാജ്പേയി ആണ്. ഇനി അന്നത്തെ പ്രസിഡന്റ് ആരാണ്, APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഈ വർഷം ഇന്ന ആളാണെന്ന്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അതേ വർഷം നടന്നത് ആരാണെന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 2002 കാലയളവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു, AB വാജ്പേയി ആയിരുന്നു. അതുപോലെ തന്നെ പ്രസിഡന്റ് ആരായിരുന്നു, APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇനി എന്താണ് 86-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രാഥമിക വിദ്യാഭ്യാസം എന്താക്കി മാറ്റി, മൗലിക അവകാശമാക്കി മാറ്റി. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം കൊടുക്കണം അല്ലേ. അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എന്ത് ചെയ്തു, മാറ്റി. അപ്പോൾ ആ ഒരു കാര്യമാണ് ഏതിലൂടെ വന്നത്, 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രൂപീകരിച്ചത്. ഇനി അവിടെ കുറച്ച് ആർട്ടിക്കിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഏതാണ്, ആർട്ടിക്കിൾ 21A ആണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് അല്ലേ. വിദ്യാഭ്യാസത്തെ എന്താക്കിക്കൊണ്ട്, മൗലികാവകാശമാക്കിക്കൊണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 45 എന്ത് ചെയ്തു, ഭേദഗതി ചെയ്തു അല്ലേ. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പരിചരണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് അല്ലേ. അതിൽ എന്ത് ചെയ്യേണ്ടി വന്നു, ഭേദഗതി വരുത്തേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A നമുക്കറിയാം മൗലിക കടമകളെ പറ്റി പറയുന്നതാണ്. അതിനകത്തേക്ക് ഒരു മൗലിക കടമ കൂടി എന്ത് ചെയ്തു, കൂട്ടിച്ചേർക്കപ്പെട്ടു. എന്താ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അവരുടെ രക്ഷകർത്താവിൻ്റെ ഒരു മൗലിക കടമയാക്കി മാറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, 86-ാം ഭരണഘടനാ ഭേദഗതിയിൽ വരുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 91-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് വർഷം നിലവിൽ വന്നു, 2003. അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്, AB വാജ്പേയി. അന്നത്തെ പ്രസിഡന്റ് ആരാണ്, APJ അബ്ദുൽ കലാം. ഓക്കെ, അപ്പോൾ ആ വർഷത്തെ കാര്യം കൂടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. ഇനി 2003 വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലയളവിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവരാണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ മാറ്റം വരുത്തിയത് നമുക്ക് നോക്കാം. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ല. നമുക്കറിയാം ഉപരിസഭ അധോസഭയൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അധോസഭയുടെ 15% എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല എന്ന് എന്ത് ചെയ്തു, വ്യവസ്ഥ ചെയ്തു. ഇനി സംസ്ഥാനങ്ങളുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. 12% അല്ല, പോയിന്റ് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. 12 എണ്ണമാണ് കേട്ടോ. ഇനി ആദ്യം പറഞ്ഞ പോയിന്റിൽ എന്താണ്, ശതമാനത്തിലാണ് പറഞ്ഞത്, 15% കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് പറയുന്ന പോയിന്റിൽ എന്താ പറയുന്നത്, സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ ശതമാനത്തിലാണ്, രണ്ടാമത് പറഞ്ഞത് എണ്ണത്തിലാണ്. പോയിന്റ് തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, കൂറുമാറ്റ നിരോധന നിയമം വഴി പുറത്തായ ഒരു MLAയോ അതുപോലെ തന്നെ MPയോ അയാളുടെ അയോഗ്യതാ കാലാവധി കഴിയുന്നത് വരെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, മന്ത്രിയായിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 91-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസിൽ ഇത്രയും അമെൻഡ്മെൻറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് തന്നേക്കുന്ന സിലബസ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കവർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകളിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എക്സാമും കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രൂപ്പ് വഴിയാണെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് എല്ലാം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.